മങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി അഷ്കറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. പ്രതി കുഞ്ഞിനെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന അഷ്കറിന്റെ സഹോദരി കൈയൊടിഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും പ്രതി അഷ്കറിന്റെ സഹോദരിയും അമ്മയും പറയുന്നു. പ്രതികരണം പോലെ തന്നെ കൂടുതൽ ആഹാരം കഴിക്കാതെ നിർബന്ധം പിടിച്ച് കരയും. ചായ അല്ലാതെ വേറെ ഒന്നും കഴിക്കാറുമില്ല. അങ്ങനെ ആഹാരം കഴിക്കാതെ ആകുമ്പോഴത്തേക്ക് ഇവളും അടിക്കാറുണ്ട്. ഇളിക്ക് താഴെ കൊണ്ട് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവർ അടിക്കണം. ചുള്ളിക്കമ്പ് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു മരം നിൽപ്പുണ്ട്, ഒരു പൂത്ത് ഉലങ്ങി കിടക്കുന്ന ഒരു മരം വീട്ടിൻ്റെ ഫ്രണ്ടിൽ. അതിൽ നിന്ന് ഒടിച്ച് കൊണ്ടുവന്നാണ് ഇവരെ അടിക്കുന്നത്. രണ്ടുപേരും ഉണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടും കൊണ്ടുപോകൂലേ ഇരുന്നവള്. കൊണ്ടുപോവാതെ വീട്ടിൽ നിന്നപ്പോൾ ഞാനാണ് പറഞ്ഞത് കൊണ്ടുപോകുമെന്ന് വിളിച്ച് പറഞ്ഞ് അനു എന്ന് പറയുന്ന ആ സ്ത്രീയും ഇവളും കൂടെയാണ് പോയത്. ആഷിഖ് റഹ്മാൻ നൽകും വിവരങ്ങൾ. ആഷിഖ്, ഈ അഷ്കറിന്റെ ക്രൂരതകൾ ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഈ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും മുൻ ഭാര്യ ആമിനയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടും ഒക്കെ ആരോപണങ്ങൾ നേരിടുന്നവരാണ് അഷ്കറിന്റെ അമ്മയും സഹോദരിയും. ഇവർ തന്നെയാണ് അഷ്കറിനെതിരെയും ഈ അഖിലയ്ക്കെതിരെയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ? അരുണ്യ, ഈ അഷ്കറിൻ്റെ മാതാവും സഹോദരിയും അടക്കം ഈ അർഷിദിനെ ഉപദ്രവിക്കാറുണ്ടെന്നുള്ള പരാതി ഈ അഖിലയുടെ അമ്മയടക്കം ഉന്നയിച്ചത് നമ്മൾ കേട്ടതാണ്. ആ സമയത്ത് ഇവരുടെ വിശദീകരണം എന്താണ്? ഇവരുടെ വിശദീകരണം നമ്മൾ കേട്ട സമയത്താണ് അവർ ഇത്തരത്തിൽ ഈ അഷ്കർ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം അവർ പറയുന്നത്. ഈ അഷ്കർ മാത്രമല്ല അഖിലയും ഉപദ്രവിക്കാറുണ്ട് എന്ന് അവർ പറയുന്നു. അവരുടെ സഹോദരിയുടെ വിശദീകരണം കേട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത് താൻ രാവിലെ ജോലിക്ക് പോയി രാത്രി ആകുമ്പോഴാണ് വരിക, അതിനാൽ തന്നെ താൻ അങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം എടുക്കാൻ കൊടുക്കുന്ന സമയത്ത് കുട്ടിയുടെ ഒരു കമ്പ് കൂടി അഷ്കർ കരുതും. ശേഷം കുട്ടിയെ ഇടയ്ക്ക് നുള്ളാറും അതുപോലെ ഈ ചെറിയ കമ്പ് കൊണ്ട് അടിക്കാറൊക്കെ ഉണ്ടായത്. അപ്പോൾ താൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അഷ്കറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല ഈ കുട്ടിയുടെ കൈ രണ്ടും പൊട്ടി നമുക്കറിയാം. ഈ വിഷയം ചോദിച്ചപ്പോൾ സൈക്കിളിൽ നിന്ന് വീണു എന്നുള്ളതാണ് അഷ്കർ അറിയിച്ചത്. പക്ഷേ ഈ കുട്ടി വലിയ ഒരാഴ്ചയോളം വേദന സഹിച്ച് വീട്ടിൽ നിന്ന സമയത്ത് താനാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിർബന്ധിച്ചത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. മാത്രമല്ല ഈ അമ്മയുടെ ഈ ഒരു പ്രതികരണമായി വരുന്നത് ഈ അഖിലയ്ക്ക് ഈ കുട്ടിയെ വളർത്തുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്ക് ഈ അഖിലയ്ക്ക് പോലീസ് ആവാനാണ് ആഗ്രഹം. അതിനാൽ തന്നെ ഈ പരിശീലനവും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജോലിക്കടക്കം ഈ കുട്ടി തടസ്സമാകുന്നു എന്നുള്ള കാര്യം ഈ അഖില ഈ അഷ്കറിൻ്റെ ഉമ്മയോട് പറഞ്ഞതായിട്ടും ഈ അമ്മ പ്രതികരിക്കുന്നുണ്ട്. തൻ്റെ മകൻ അങ്ങനെ ചെയ്യുമോ എന്ന് അറിയില്ല എന്നടക്കമുള്ള വൈകാരികമായൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി മകൻ ഉപദ്രവിച്ചു എന്ന് ചെറിയ ലാഘവത്തിലാണെങ്കിൽ അവർ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ അഖിലയുടെ അഷ്കറിൻ്റെ അമ്മയും സഹോദരിയും ഈ അഷ്കറിനെ കൂടാതെ കുട്ടി ഉപദ്രവിച്ചു എന്നുള്ളതായിരുന്നു അഖിലയുടെ അമ്മയുടെ പ്രധാനപ്പെട്ട ആരോപണം. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അവർ ഉപദ്രവിച്ചില്ലെന്ന് പറയുമ്പോൾ പോലും ഈ അഷ്കറും അഖിലയും ഉപദ്രവിച്ചു എന്ന ഇവരെ സമ്മതിക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇരുവരെയും ഈ വിഷയത്തിൽ പോലീസ് ചോദ്യം ചെയ്യും. കാരണം ഇവരും കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ളൊരു ആരോപണം നിലവിലുണ്ട്. അതിനാൽ തന്നെ ഇവരെയും ചോദ്യം ചെയ്യാനാണ് ആ തീരുമാനം. എന്തായാലും ഈ അഷ്കറും അതുപോലെ തന്നെ അഖിലയും തല്ലി എന്ന് ഇവർ എന്തായാലും സമ്മതിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ കുട്ടിയെ ആശുപത്രിയിലടക്കം കൊണ്ടുപോകാൻ അഷ്കർ വിസമ്മതിച്ച കാര്യം കൂടി എന്തായാലും ഇവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അരുണ്യ.